ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ കരച്ചിലും പാട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ മോന് നിൽക്കുന്നത്. അപ്പോൾ വേഗം കുളിപ്പിച്ച് കൊണ്ടുവന്ന് കുറുമ്പ് കാട്ടാണ്. അവനക്ക് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി മാറ്റട്ടെ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ നല്ല ഉഷാറായി. അതുവരെ കരഞ്ഞ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിന്നെ നിന്നത്. മോനക്ക് ഡ്രസ്സ് ഇട്ടെടുക്കൽ ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പം പിടിച്ചെടുത്തൊന്നും കിട്ടൂല ആളെ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് റെഡിയാക്കിയെടുത്തു. അവനെ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. 2 പുതപ്പുണ്ട്, അതൊക്കെ മടക്കി വെച്ചിട്ട് വേഗം റൂം റെഡിയാക്കിയെടുക്കുക. എന്നിട്ട് വേണം അടുപ്പത്തേക്ക് പോകാൻ. റൂമൊക്കെ നീറ്റാക്കി വെച്ചതിന് ശേഷം വേഗം പോയിട്ട് രാവിലത്തേക്കുള്ള കടിക്കുള്ളത് അരയ്ക്കാൻ പോവാട്ടോ. ഇന്ന് ദോശയാണ്, എല്ലാവർക്കും ഇഷ്ടം ദോശയാണ്. അപ്പം ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചു. പച്ചരി നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തുട്ടോ. മാവ് അരച്ചെടുത്തതിന് ശേഷം വേണം കറിക്കുള്ള റെഡിയാക്കാൻ. കറി വേഗം കുക്കറിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദോശ ചുട്ടെടുക്കുകയാണ്. മാവിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇളക്കി വെക്കുക. കറിക്ക് ഒന്നുമില്ലായിരുന്നു, അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിപ്പോൾ കടല ഉണ്ടായപ്പോൾ കടല വെള്ളത്തിലിട്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അങ്ങനെ കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. വാട്ടിയിട്ടൊന്നുമല്ല വെക്കുന്നത്. അച്ചിയിൽക്ക് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് മസാലയും പൊടികളെല്ലാം ഇട്ടിട്ട് കുക്കറിൽ വിസിലടിപ്പിക്കുകയാണ്. കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിക്കുക. രാവിലെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ കറിയും കടിയൊക്കെ വേഗം ആവണം. അപ്പം വേഗം കറി വെച്ചിട്ട് ദോശ ചൂടാന്ന് കരുതി. അങ്ങനെ കുക്കർ ഗ്യാസുമ്മ വെച്ചിട്ട് വേഗം പോയിട്ട് ദോശയ്ക്കുള്ള ചട്ടി അടുപ്പത്ത് വെക്കാൻ പോവാട്ടോ. തീ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ആവും, വേഗം പരിപാടി കഴിയും. രാവിലത്തെ കടികളിൽ ഏറ്റവും എളുപ്പം ദോശയാണ്. അതാകുമ്പോൾ മാവരച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ചൂട് ദോശയും നല്ല കടലക്കറിയൊക്കെ ഇവിടെ നല്ല പോളിങ് ആട്ടോ. ചൂടോടൊക്കെ ദോശ നല്ലോണം കഴിക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് മുഴുവനായിട്ട് ചുട്ടെടുത്തതിന് ശേഷം ഞാനും ഉമ്മയും ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ദോശ പരിപാടി കഴിഞ്ഞതിന് ശേഷം വേഗം ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ച് അതിനുശേഷം വേഗം പോയിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. നനച്ചുള്ളിൻ്റെ ഭാഗമായിട്ട് റൂമൊക്കെ നല്ലോണം നീറ്റാക്കി ക്ലീനാക്കി വെച്ചതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരാഴ്ച പോലും ആയില്ല, അപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ മാറാലുണ്ട്. അടിച്ചു വരുന്ന ബ്രഷ് കൊണ്ട് തന്നെ കേട്ടോ ഒക്കെ റെഡിയാക്കുന്ന. അവിടെ ഇവിടെയൊക്കെ സൈഡിലുള്ളതൊക്കെ ആ ബ്രഷ് കൊണ്ട് തന്നെ അടിച്ചെടുത്തു. 2 ദിവസം കൂടുമ്പോൾ തന്നെ ഇതേപോലെ ബ്രഷ് എടുത്ത് എല്ലാ ഭാഗത്തും തട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ സ്പൈഡർ മാമന്മാരായിരിക്കും മുഴുവനും. അലമാരയുടെ സൈഡിൽ വെച്ച് മെഷീനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അലമാരൻ്റെ സൈഡിലൊക്കെ പിടിച്ച് നിൽക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്ത് അവിടെ മുഴുവനായിട്ടാണ് ക്ലീനാക്കി എടുത്തിട്ടോ. അതുപോലെ പൊടി പിടിച്ചിരിക്കുന്ന മെയിൻ ഭാഗമാണ് ഈ വാതിലിൻ്റെയൊക്കെ ഈ സൈഡൊക്കെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ബ്രഷ് തട്ടിയിട്ട് അവിടുത്തൊക്കെ പൊടിയെടുത്തു. ഇവിടെ ക്ലീനിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അടുപ്പത്തുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് അരി കഴുകിയിട്ട് അരി അടുപ്പത്തേക്ക് ഇടാം കേട്ടോ. അരി വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം വേഗം പോയിട്ട് ഒരു തേങ്ങ കണ്ട് പൊട്ടിച്ച് വന്നു. ഒരു തേങ്ങನೇ ഉള്ളൂ, ലാസ്റ്റ് തേങ്ങയായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ട് ഇന്ന് ലാസ്റ്റത്തെ ഒരു തേങ്ങ അരച്ച് ഒരു കറിയും കൂടി കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇനി തേങ്ങ വാങ്ങിയാലേ നമുക്ക് തേങ്ങാക്കറി വെക്കാൻ പറ്റുള്ളൂ. അവയിൽ ഉണ്ടാക്കാൻ കൊണ്ടുവന്നിരുന്ന പച്ചക്കായെന്ന് മുരിങ്ങാക്കോലിന്നും കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. 1 മാറ്റി വെച്ച് പച്ചക്കായ 3 മുരിങ്ങാക്കോലും മാറ്റി വെച്ചു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുന്നു. അങ്ങനെ വേഗം അതെല്ലാം അരിഞ്ഞെടുക്കാൻ. കുറച്ച് വെണ്ടക്ക ഉപ്പേരിക്കും എടുക്കാം. അരി ചോറായിട്ട് മാറുന്ന ടൈം കൊണ്ട് വേഗം അത് കട്ട് ചെയ്തെടുക്കണം. അടുപ്പിൽ തീ പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസുമ്മ പിടിക്കണം. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതും പണി കിട്ടും. അപ്പോൾ വേഗം പോയിട്ട് മുറിച്ചെടുക്കട്ടെ. മുരിങ്ങാക്കോലും അതേപോലെ തന്നെ പച്ചക്കായും ഒരു തക്കാളി ഇട്ടാണ്ട് 2 പച്ചമുളകും കീറിയാണ്ട് വേഗം അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോഴേക്കും അവിടെ ചോറായിട്ടുണ്ട്. അപ്പോൾ വേഗം അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്തേക്ക് വെക്കാം.
അങ്ങനെ അടുപ്പത്ത് കറി ആയോണ്ടിക്കുന്നുണ്ട്. ഇവിടെ ചോറ് ഊറ്റിയോണ്ട് കേട്ടോ. ചോറും റെഡി ആയിട്ടുണ്ട്. വല്ലാതെ വെക്കാൻ പറ്റില്ല, അത് കഞ്ഞിയായി പോവും. റേഷനരി ഇട്ടാൽ പിന്നെ അടുപ്പത്തുനിന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ഒന്ന് കുറച്ചൊന്ന് വേവ് നമ്മളാവും വിചാരിക്കും ഇപ്പം ആയിട്ടുണ്ടാവില്ല, കുറച്ചും കൂടി ഒന്ന് നോക്കാമെന്ന്. അപ്പോഴേക്കും അത് കഞ്ഞിയാവും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നാണ്ട് തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും എൻ്റെ കറിയൊക്കെ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. വേഗം പോയിട്ട് അരപ്പാക്കിയിട്ട് അതിലോട്ട് ഒഴിക്കുക. തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകം ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരച്ചിട്ട് അത് ആ കറിയിലോട്ട് ചേർക്കാം കേട്ടോ. അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കേട്ടോ. നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തും കൂടി കാണുക. നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഇവിടെ പുറത്ത് അടുപ്പിൻ്റെ മേൽഭാഗത്തായിട്ടൊരു തട്ട് പോലെ അടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടോ കടുക്, വെളിച്ചെണ്ണ, ഓയിൽ, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം പണി എളുപ്പമാവും. മേലേക്ക് ഇങ്ങനെ കയറി സാധനത്തിന് വേണ്ടി പോവും വേണ്ട. അങ്ങനെ അവിടെ കറി ഏകദേശം തിളക്ക് വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം കറി മാറ്റിയിട്ട് അതിലോട്ട് കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഉപ്പേരിയും പപ്പടം കൂടി ആക്കാനുണ്ട്. അപ്പോൾ വേഗം പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടോ. തീ പറ്റ കുറവായിരുന്നു, അതുകൊണ്ട് വേഗം തീയും കത്തിച്ച് ഓയിൽ ഒഴിച്ച് പപ്പടം പൊരിക്കുകയാണ്. പപ്പടം ഇല്ലാതെ ഇവിടെ ആർക്കും ചോറ് ഇറങ്ങൂല. പപ്പടം എന്നും പൊരിക്കണം. അപ്പോൾ വേഗം പപ്പടം പൊരിച്ചിട്ട് ഉപ്പേരിക്കുള്ള പരിപാടി നോക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടോ. എന്നിട്ട് അതിലോട്ട് ഉള്ളി അരിഞ്ഞതുണ്ടെങ്കിൽ ആ ഉള്ളി അരിഞ്ഞതിട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടാണ് കേട്ടോ വെണ്ടയ്ക്ക ഇടുന്നത്. ഉള്ളിയിട്ട് വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ. ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പില്ലാത്ത ഒരു പരിപാടി എനിക്കില്ല. മഞ്ഞൾപ്പൊടി നിർബന്ധമാണ്. അപ്പോൾ ഉപ്പേരിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പച്ചക്കറിയും അതേപോലെ തന്നെ വെണ്ടക്ക ഉപ്പേരിയും പപ്പടം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ പരിപാടിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം എടുത്ത് കൊടുക്കാമല്ലോ. എന്നിട്ടേ തുടയ്ക്കാനുള്ള പരിപാടി നോക്കുള്ളൂ. അങ്ങനെ വേഗം പോയിട്ട് തുടയ്ക്കാൻ പോവാട്ടോ. വീട്ടിൽ ആരുമില്ലാത്ത നേരമാണെങ്കിൽ തുടയ്ക്കലും അടിച്ചുവാരലും ഒക്കെ വേഗം കഴിയും. പിന്നെ എല്ലാവരും കൂടിയുള്ള ടൈമാണെങ്കിൽ ഒന്നും നീങ്ങൂല. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.